എന്റെ മോളെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. രാധിക, ദേവികമ്മയുടെ ജാതകപ്പുറത്ത് നോക്കിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ? ഇല്ല, ജാതകം നോക്കിച്ചതാ ഞാൻ. അന്നൊന്നും ഒരു കുഴപ്പം കണ്ടില്ലല്ലോ. ഇങ്ങനെ ക്ഷോഭിച്ച് കാര്യങ്ങൾ കാണല്ലേ. എന്റെ അമ്മേ, അച്ഛന്റെ വേദോപദേശം കേട്ടുന്ന ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. നമുക്കിപ്പൊ തന്നെ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അവിടെ എല്ലാവർക്കും വട്ട ഒരു കാട്ടുമുത്തപ്പന്റെ അമ്പലം. അമ്മ വന്നേ. ഞാൻ പറയട്ടെ. എന്താ മാധവേട്ടന് പറയാനുള്ളത്? ഈ സമയത്ത് വികാരമല്ല, വിവേകമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതനുസരിച്ചാണ് പൗർണമി വരെ കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മാധവേട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ മോള് ആ കൊടുങ്കാട്ടിലേക്ക് പോണോന്നാണോ? പരിഹാരക്രിയയ്ക്ക് വേണ്ടി ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു സ്വാമിയും ഒരു പെണ്ണിനോടും ഈ രീതിയിലുള്ള നിഷ്ഠകൾ വിധിക്കില്ല. ഇതൊരിക്കലും സമ്മതിക്കരുത്. അച്ഛാ, നമുക്ക് ചെന്ന് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്കിതിൽ എന്തോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ട്. ആദ്യം പറയുന്നു പൗർണമി വരെ 2 മുറി കഴിയണമെന്ന്. ഇപ്പൊ പറയുന്നു കാട്ടിലെ ക്ഷേത്രത്തിൽ പോണോന്ന്. അതെ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. ഉള്ളതിൽ പങ്കു കഴിച്ചുകൊണ്ട് അവൾ ഇവിടെ സമാധാനത്തോടെ കഴിയട്ടെ. അമ്മ വന്നേ, വേഗം റെഡിയാവ്. ഇപ്പൊ തന്നെ പോവാം. അരുത്. ചില സാഹചര്യങ്ങളിൽ ദൈവങ്ങൾക്ക് പോലും പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സീതാദേവി വനവാസത്തിന് പോയി, പിന്നെ അഗ്നിപ്രവേശം നടത്തേണ്ടി വന്നു. പരമശിവന്റെ പത്നി സതീദേവി ഹോമകുണ്ഡത്തിൽ ചാടി ജീവനൊടുക്കി. രാമദേവൻ വിരഹദുഃഖം അനുഭവിച്ചു. തന്റെ കുലം തമ്മിൽ തച്ചൊടുങ്ങുന്നത് കാണേണ്ടി വന്നു. ഭഗവാൻ കൃഷ്ണന് യേശുദേവൻ മുൾക്കിരീടം അണിഞ്ഞിട്ടുണ്ട്. സമാധാനത്തിനു വേണ്ടി കുരിശിലേറിയില്ലേ? മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ എത്ര കാലം ഭജനമിരുന്നു. അതിനുശേഷമല്ലേ പ്രവാചകനായി ലോകം കണ്ടത്. ഒക്കെ പരീക്ഷണങ്ങളാ. അങ്ങനെ നമ്മുടെ മോളും ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് വരും. അപ്പോഴേ അവൾ കരുത്തു നേടൂ. ക്ഷമയോടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോ ഇതെല്ലാം ദേവിയുടെ ഗുണങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ആണെങ്കിലോ? അച്ഛാ, വിധിയുടെയും പരീക്ഷണങ്ങളുടെയും പേരില് പെണ്ണ് സഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ തലയിലേറ്റി പെണ്ണിനെ വിധിക്കുന്നതിലധികവും ഇന്നത്തെ ലോകക്രമത്തിനെതിരാ. ചേച്ചിയെ രക്ഷിക്കാൻ ഇപ്പൊ നമുക്കേ പറ്റൂ. അമ്മ വാ. രാധികെ, പൗർണമി വരെ ആശ്രമത്തിൽ നിന്ന് എന്തൊക്കെയാണോ വിധിക്കുന്നത് അതൊക്കെ ദേവിക ചെയ്യട്ടെ. പിന്നീട് മോളെ ആരും ഒന്നും പറയില്ലല്ലോ. എല്ലാം അതോടെ അവസാനിക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അമ്മേ, നമുക്ക് വേണ്ട മോളെ, അച്ഛനെ ധിക്കരിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടില്ല. എന്നാ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും.